ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആരൺ ടോക്സ്. കൂടുതൽ ആളുകളെയും അവരുടെ സ്വപ്നങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച ഒരു ചോദ്യമുണ്ട്. ഒരുപാട് പേർ ഇപ്പോഴും അവരുടെ ആഗ്രഹങ്ങളെല്ലാം കൂട്ടിക്കെട്ടി ചാക്കിലാക്കി വെച്ചിരിക്കുന്നത് ഈ ചോദ്യത്തെ ഭയന്നാണ്. എന്താണ് ആ ചോദ്യം? വാട്ട് വിൽ പീപ്പിൾ സേ? ആളുകൾ എന്തു പറയും? ഇൻ അതർ വേർഡ്സ്, മറ്റുള്ളവർ എന്തു പറയും? എനിക്ക് ജോലിക്ക് പോകാൻ അത്ര ഇഷ്ടമില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം എന്നാണ് ആഗ്രഹം. പക്ഷെ മറ്റുള്ളവർ എന്ത് പറയും? എനിക്ക് മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്കാനാണ് ഇഷ്ടം. പക്ഷെ മറ്റുള്ളവർ എന്ത് പറയും? എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കാശൊക്കെ ചിലവാക്കിയിട്ട് 1-2 ആഴ്ചയ്ക്ക് ഒരു യാത്ര പോയാലോ. പക്ഷെ മറ്റുള്ളവർ എന്ത് പറയും? ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ മറ്റുള്ളവർ എന്തു പറയുമെന്ന് കരുതി ഒരുപാട് പേർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്താലും മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി നമ്മളൊന്നും ചെയ്തില്ലെങ്കിലോ? അപ്പോഴും പറയും. ആളുകൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ഞാനൊരു കഥ പറയാം. ഒരിക്കലും ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരു ഗ്രാമത്തിൽ നിന്നും വളരെ ദൂരെയുള്ള മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്ര പോവുകയാണ്. അപ്പോൾ അവരോടൊപ്പം ഒരു കഴുതയുമുണ്ട്. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും ഒപ്പം ഈ കഴുതയും കൂടിയാണ് യാത്ര പോകുന്നത്. അങ്ങനെ ഇവരിങ്ങനെ പോകുന്ന സമയത്ത് ഇവരൊരു ചെറിയൊരു ഗ്രാമത്തിലെത്തും. അപ്പോൾ ഈ ഗ്രാമത്തിൽ ഒരുപാട് പേർ ഇരിക്കുന്നുണ്ടാവും അവിടെ. അപ്പോൾ അവിടെയുള്ളവരിൽ ഒരുവൻ ചോദിക്കും, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഇദ്ദേഹം അവരോട് പറയും, ഞാൻ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെയുള്ളവർ പറയും, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ഒരു കഴുത കൂടെ ഉണ്ടായിട്ട് എന്തിനെങ്ങനെ നടക്കുന്നത്? ഒരാൾക്കെങ്കിലും അതുമ്മ കയറി ഇരുന്നിട്ട് യാത്ര ചെയ്തൂടെ എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം ചിന്തിക്കും, അത് ശരിയാണല്ലോ. അപ്പോൾ ഭാര്യ പറയും, ചേട്ടൻ കയറിയിരിക്കി, ഞാൻ നടന്നോളാം എന്ന് പറയും. ശരിയെന്ന് പറയും. അങ്ങനെ ഭർത്താവ് ഈ കഴുതയുടെ മേലിൽ കയറിയിരിക്കും, ഭാര്യ ഈ കഴുതയെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കും. അങ്ങനെ നടന്ന് മറ്റൊരു വില്ലേജിലെത്തും, മറ്റൊരു ഗ്രാമത്തിലെത്തും. അപ്പോൾ അവിടെ ഇതുപോലെ കുറേ പേര് കൂടിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ ചോദിക്കും, എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഇവർ കാര്യങ്ങൾ പറയും. അപ്പോൾ അവിടെയുള്ള ഒരാൾ പറയും, നിങ്ങൾ എന്തൊരു ദുഷ്ടനാണ്. നിങ്ങൾ ഭാര്യനെ നടത്തിച്ചിട്ട് നിങ്ങൾ സുഖമായിട്ട് നമ്മൾ കയറിയിരുന്ന് യാത്ര ചെയ്യാണല്ലേ. അപ്പോൾ അദ്ദേഹം ചിന്തിക്കും, അത് ശരിയാണല്ലോ. അപ്പോൾ ഭാര്യ, നീ കയറിയിരിക്കി, ഞാൻ ഇറങ്ങി നടക്കാമെന്ന് പറയും. അങ്ങനെ അദ്ദേഹം ഈ കഴുതേനും മുൻപ് പിടിച്ച് നടക്കും, ഭാര്യ അതിന് മേൽ കയറിയിരിക്കും. അങ്ങനെ യാത്ര ചെയ്തവർ മറ്റൊരു ഗ്രാമത്തിലെത്തും. അവിടെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർ പറയും, നിങ്ങൾ ശരിക്കൊരു മണ്ടനാണ്. നിങ്ങൾക്കും കൂടി അതിൻ്റെ മേൽ കയറിയിരുന്നൂടെ? നിങ്ങൾ എന്തിനാണ് നടക്കാൻ നിൽക്കുന്നത്? ഭാര്യയോടൊപ്പം നിങ്ങൾക്കും കയറിയിരുന്ന് യാത്ര ചെയ്യാമല്ലോ എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം അത് ചിന്തിച്ചിട്ട് പറയും, അത് ശരിയാണല്ലോ, ഞാനെന്തിനാണ് വെറുതെ നടക്കുന്നത്? അങ്ങനെ ഇദ്ദേഹം ആ കഴുതയുടെ മേൽ കയറിയിരിക്കും. അങ്ങനെ ഈ കഴുതയുടെ മേലിൽ ഭാര്യയും ഭർത്താവും കയറുന്ന ഇങ്ങനെ പോവാണ്. അങ്ങനെ യാത്ര ചെയ്ത് മറ്റൊരു ഗ്രാമത്തിലെത്തും. അപ്പോൾ അവിടെ ഇതുപോലെ അറിയാലോ, ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതിലൊരാൾ പറയും, നിങ്ങൾ എന്തൊരു ക്രൂവലാണ്, എന്തൊരു ദുഷ്ടനാണ്. ഒരു മൃഗത്തിൻ്റെ മേലിങ്ങനെ നെളിഞ്ഞിരിഞ്ഞ് യാത്ര ചെയ്യാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ഒരു മിണ്ടാപ്രാണിയില്ലേ? ഇത്രയും ദൂരമൊക്കെ അതിനെ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും നിങ്ങളെ മേലിരുത്തിയിട്ടെന്നുള്ളത്. ഇത് കേട്ടപ്പോൾ അവർ ശരിക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവർ രണ്ടുപേരും ആ കഴുതയുടെ മേലിൽ നിന്ന് പുറത്തിറങ്ങും. ചേടാ, നമ്മൾ എന്ത് ചെയ്താലും ആളുകൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കഴുതേനെ നമുക്ക് രണ്ടാൾക്കും നമ്മുടെ തോളിലേറ്റാം, എന്നിട്ട് നമുക്ക് നടക്കാം. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ കഴുതേനെ ഒരുവിധം ബുദ്ധിമുട്ടിയിട്ടൊക്കെ അവരുടെ തോളിൽ കയറ്റിയിട്ട് ഇവർ മെല്ലെ നടക്കും. ഇത് വെറും ഒരു കഥയാണ്. ഈ കഥയുടെ മോറൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്താലും ആളുകൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതിൽ യാതൊരു തെറ്റുമില്ലെങ്കിൽ അതങ്ങ് ചെയ്യുക. മറ്റുള്ളവർ എന്തു പറയും അല്ലെങ്കിൽ എന്ത് ചിന്തിക്കും എന്ന് നമ്മൾ ചിന്തിച്ചാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ചില കാര്യങ്ങൾ മറ്റുള്ളവർ നമ്മുടെ നന്മയെ കരുതി അഭിപ്രായങ്ങളും ഉപദേശങ്ങളും എല്ലാം തരും. അവർ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അവരെ അനുസരിക്കുക. പക്ഷെ പിന്നീട് അതിലൊരു നഷ്ടബോധം നിങ്ങൾക്ക് തോന്നാനിടയാകരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, so that you will never miss the next video. Thank you.